ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അതായത് കുടിയാമലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമുള്ളൂ അങ്ങോട്ട് പോയേക്കാം ഏഴരക്കുണ്ടിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ടിക്കറ്റ് എടുക്കുന്ന എവിടെ നിന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ഇവിടെ ടിക്കറ്റ് ചാർജ് അഡൾട്ട്സിന് 100 രൂപയും കുട്ടികൾക്ക് 60 രൂപയാണ്. ഞാൻ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. നമ്മളിപ്പോൾ കുറേ നടന്നു. ഇതിൻ്റെ മെയിൻ സ്പോട്ട് കുറേയും കൂടെ കയറണം തോന്നുന്നു. കൃത്യമായിട്ട് ഞാനിവിടെ ആദ്യമായിരുന്നു. നമുക്കിതാ വെള്ളം നോക്കിയിട്ട് പോവാം. ഗൈസ്, ഇപ്പം നമ്മൾ കുറേ മേലെ എത്തി. നമുക്ക് താഴോട്ട് നോക്കാം. താഴോട്ടുള്ള വിഷ്വൽ ഇങ്ങനെയാണ്. ഗൈസ്, വഴി ഫുള്ളിങ്ങനെ ഈറ്റക്കാട് ചുറ്റിയിരിക്കുകയാണ്. ിലേക്ക് പോകുമ്പോഴാണ് മെയിൻ സ്പോട്ട്. ഇതൊരു ചെറിയൊരു കുളമാണ്. ഇതിൻ്റെ വേറൊരു വിഷലാണ് കയറി വരുമ്പോൾ. ഇപ്പോൾ വേനലായതുകൊണ്ടായിരിക്കും വെള്ളം കുറവാണ് ഇങ്ങോട്ടൊക്കെ. മഴക്കാലമാകുമ്പോൾ മിക്കവാറും ഇത് കവിഞ്ഞൊഴുകുന്നതായിരിക്കും. നമുക്കിതിനെക്കുറിച്ച് ചോദിച്ച് നോക്കാം. ഇനി ഈറ്റക്കാട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അധികം വെയിലും അടിക്കുകയില്ല. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇത് 1 കിലോമീറ്റർ ഒന്നും അല്ലാന്ന് തോന്നുന്നു. മേലോട്ട് ഇത് കുറേ നേരമായി ഞാൻ നടക്കുന്നു, ഇതുവരെ എത്തിയില്ല. ഗൈസ്, നമ്മൾ അടുത്ത പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത പാലം അല്ല, ഇരുമ്പിൻ്റെ പാലമാണ് ഫുള്ളും. ആഹാ, അത് നല്ലൊരു വിഷയമല്ലേ. കയറ്റം കയറി ഇതൊരു തൂക്കുപാല ഗൈസുണ്ട്. നല്ല കുലുക്കമുണ്ട്. ഇറങ്ങി. എങ്ങനെയാണ്? കുറേ ദൂരം ഉണ്ട് ഇനി മേലോട്ട്. അല്ലേ, ടോട്ടൽ എത്ര കിലോമീറ്റർ നമ്മൾ എൻട്രൻസിന് ഇങ്ങോട്ട്? 1.300 ഉണ്ടല്ലേ? എനിക്ക് തോന്നി ഇത് കുറേ നേരമായിട്ട് എത്തുന്നില്ല. അതെ, ഇങ്ങനെ വന്നിട്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രവീന്ദ്രൻ അല്ലേ? ഓക്കെ ഏട്ടാ.
ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നാൽ പൊളി വൈബായിരിക്കും. ഒന്ന് രാവിലെ 8 മണിക്കാണ് തുറക്കുന്നത്. എത്തുന്ന സമയം കൃത്യം അറിയില്ല, ചോദിക്കണം. നമ്മൾ ഏകദേശം അടുത്തെത്തി തോന്നുന്നു. അതുകൊണ്ട് ഗൈസ് കുറേ ലൈഫ് ജാക്കറ്റ് കിടപ്പുണ്ട്. പുറത്ത് ഇറങ്ങിയാൽ ഭയങ്കര സേഫായിട്ട് ഇറങ്ങാം. നമ്മൾ പേടിക്കണ്ട, ഫുൾ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ സ്പോട്ട്, ഏറ്റവും മേലെ നല്ല വെള്ളച്ചാട്ടം. ഇവിടെ നിന്നാണ് അധികം വെള്ളമില്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതാണ് അതിൻ്റെ എൻഡ് കേട്ടോ. ഇവിടെ ആൾ ഇറങ്ങുന്നത് ഇവിടെ തൊട്ടാണ് ആൾക്കാർക്ക് വരാൻ പറ്റുന്നത്. മുകളിലാണ് 3 ഉള്ളത്. ഇത് 4-മത്തെ, 5-മത്തെ താഴെ 6, 7 അങ്ങനെയാണ് 7 ഉണ്ട്. നേരെ ഒരു ചെറിയ കിണർ പോലെ ഉണ്ടെന്ന്. അപ്പോൾ അതാണ് 7 അര പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല. നല്ലോണം സൗണ്ട് ഉണ്ട് വെള്ളത്തിൻ്റെ. ചേട്ടാ ക്ലോസിംഗ് ടൈം എപ്പോഴാ? 9 മണി. അല്ല 6 മണി. 6 മണി അല്ലേ? ഓപ്പൺ 9 മണി. രാവിലെ 9 മണിക്ക് തുറക്കും, 6 മണി ക്ലോസിംഗ് അല്ലേ? 6 മണിക്ക് പറഞ്ഞാൽ നമുക്ക് 5 മണി വരെ കിട്ടുള്ളൂ കേട്ടോ. 5 മണിക്ക് വന്നാലും കുളിക്കാൻ സമയം കിട്ടില്ല. അതെ അതെ. 6 മണിയാകുമ്പോൾ താഴെ എത്തണം. 6 മണിയാകുമ്പോഴത്തേക്കും ഗേറ്റ് കൂട്ടും. അതിനെന്ന് വെച്ചാൽ വല്ല ഭയങ്കര ഇരുട്ടാ, ഈറ്റക്കാരുടെ പോകാനുള്ളത്. അതെ. ഇതാണ് ചേട്ടാ ഇതിൻ്റെ മെയിൻ സ്പോട്ട് ഇതല്ലേ? മെയിൻ സ്പോട്ട്. ലാസ്റ്റ് ഇതല്ലേ എൻ്റെ അല്ലേ? ഇവിടെ ഇപ്പോൾ ഏത് സമയത്താണ് വെള്ളം കൂടുതലുണ്ടാകുന്നത്? വെള്ളം കൂടുതൽ ജൂൺ മുതൽ ഒക്ടോബർ വരെ. ജൂൺ മുതൽ നവംബർ വരെ അല്ലേ? ഒക്ടോബർ വരെ. ഇപ്പോൾ വെള്ളം കുറവല്ലേ? ഇത് ഇപ്പോൾ കുളിക്കാനും കാണാനും എല്ലാം ഏകദേശം നല്ല. ജൂൺ മാസം മഴയൊക്കെ ആകുമ്പോൾ അങ്ങനെ അടച്ചിടുമോ? അടക്കുകയല്ല, നമുക്ക് കാണാം. നമുക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമല്ലോ. മുകളിൽ നിന്ന് കാണാം. നവംബർ മുതൽ ഈ കുഴിയിലെല്ലാം കുളിക്കാം. അതിന് മുമ്പ് താഴെ താഴെ അവിടെ കുളിക്കാം അല്ലേ? ഇവിടുന്ന് നവംബർ മാസം കഴിഞ്ഞാൽ, നവംബർ ആയി കഴിഞ്ഞാൽ ഇവിടെ പ്രവേശനമുള്ളൂ അല്ലേ? അപ്പോൾ വെള്ളം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? കൂടുതലായിരിക്കും, ഭയങ്കര വഴുക്കലായിരിക്കും, പാറയില്ല. ഇവിടുന്ന് പാലയ്ക്ക് പൈതമലയിലേക്ക് എത്ര ദൂരമുണ്ട്? 6 കിലോമീറ്റർ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു ഒന്നുകൂടെ പറയാം? സെബാസ്റ്റ്യൻ. 7 കൊണ്ടെന്ന് പറയുമ്പോൾ ഇതങ്ങനെ എണ്ണ ഉണ്ടോ? എണ്ണ ഉണ്ട്. ഇത് എത്രയാ? ഇതിന്റെ മുകളിൽ ആല് അതിന്റെ അവിടെ ഒരു 3 ചെറിയ കുഴിയുണ്ട്. മേലെയുണ്ടല്ലേ? അതിലൊരു കുഴിയുടെ സൈഡ് കിണർ പോലെ ഒരെണ്ണമുണ്ട്. അത് അരക്കൊണ്ട് പറയാം. പിന്നെ ഇത് 4 മുകളിൽ അങ്ങനെ ആരാന്ന് താഴോട്ട് തുടങ്ങും അല്ലേ? ആ ഒരു കുഴിയുടെ സൈഡിൽ തന്നെ അരക്കൊണ്ട് അതൊരു കിണർ പോലെ ആഴത്തിലുണ്ട്. ഇതൊക്കെ എത്രാമത്തെ വരും? ഇത് 4-മത്തെ. മേലെ കാണുന്ന 5, ഇത് 6, താഴെ 7. ഇതാണ് 7 അല്ലേ? 7 കുഴി ഒരു പാറക്കുന്നല്ല.
അതുകൊണ്ടാണല്ലേ ഇങ്ങനെ ഒരു പേര് വന്നത്. ഇത് വേനലൊക്കെ ആകുമ്പോഴത്തേക്കും അതായത് വേനലൊക്കെ ഈ ഒഴുക്ക് കുറയും. ഒഴുക്ക് കുറയും. പൂർണ്ണമായിട്ട് കുറയല. ഈ കുണ്ടെല്ലാം വെള്ളം കെട്ടി തന്നെ ഉണ്ടാവും അല്ലേ? വെള്ളം ഉണ്ടാവും. ഓക്കെ ചേട്ടാ, എന്നാൽ താങ്ക് യു കേട്ടോ. അത്രയും ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.